മറ്റൊരു വാർത്ത, 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തുടങ്ങി എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധിയാണ് അറിയാനിരിക്കുന്നത്. രാകേഷ് ഉണ്ട്. രാകേഷ്, ഈ ഭരണം നിശ്ചയിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഭരണത്തിനെ സ്വാധീനിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വല്ലതുമുണ്ടോ? ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? എന്തൊക്കെയാണ് പ്രാധാന്യം? രഞ്ജിത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് തന്നെയാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. 13 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഉച്ചയോടുകൂടി ഏതായാലും റിസൾട്ട് അറിയാനും സാധിക്കും. ഏതായാലും ഈ 7 സംസ്ഥാനങ്ങളിലായാണ് 13 മണ്ഡലങ്ങൾ. അതിൽ പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പശ്ചിമ ബംഗാളിൽ 4 മണ്ഡലങ്ങൾ, ഹിമാചൽ പ്രദേശിൽ 3, ഉത്തരാഖണ്ഡിൽ 2, തമിഴ്നാട്ടിലും ബീഹാറിലും മധ്യപ്രദേശിലും പഞ്ചാബിലും ഓരോ സീറ്റുകൾ. നിലവിൽ ഉള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് 5 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. BJPക്ക് 4 സീറ്റുകൾ, BSPക്ക് 1, ഒപ്പം തന്നെ സ്വതന്ത്രർ 3 എന്നിങ്ങനെയാണ് നിലവിലെ കണക്ക്. അതിൽ എന്ത് മാറ്റം വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പശ്ചിമ ബംഗാളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം. ഈ കഴിഞ്ഞ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ BJP ആണ് 3 സീറ്റുകൾ വിജയിച്ചിരുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഒറ്റ സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. പക്ഷേ ബംഗാളിന്റെ സമീപകാല രാഷ്ട്രീയം അത് തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ 2019 സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ ആത്മവിശ്വാസം നിൽക്കുന്നു. അപ്പോൾ ഒരു ക്ലീൻ സ്വീപ്പ് തൃണമൂൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുമ്പോൾ BJP ഏതായാലും കയ്യിലുള്ള സീറ്റുകൾ നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. BJPയുടെ പ്രചാരണം അത് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ BJP നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഹിമാചൽ പ്രദേശ് ഏറെ നിർണായകമാകുന്നത് അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവിടെ കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അഭിഷേക് സിംഗ്വി ഉറപ്പായ സീറ്റിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പരാജയപ്പെടുന്നത് കണ്ടു. കോൺഗ്രസ് MLA മാർ തന്നെ അവിടെ കൂറുമാറി വോട്ട് ചെയ്യുകയും സ്വതന്ത്രർ ഉൾപ്പെടെ പിന്തുണയോടുകൂടി അവിടെ BJP വിജയിക്കുന്നു കണ്ടു. ഏതായാലും അന്ന് കൂറുമാറി വോട്ട് ചെയ്ത 3 സ്വതന്ത്രർ രാജിവെക്കുകയും അവർ BJP ടിക്കറ്റിൽ മത്സരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അവിടെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും കോൺഗ്രസിന് ഈ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവർക്കത് വലിയ ആത്മവിശ്വാസമായിരിക്കും, സംസ്ഥാന സർക്കാരിന് വലിയ ആത്മവിശ്വാസമായിരിക്കും നൽകുക എന്ന കാര്യത്തിൽ സംശയമില്ല. പഞ്ചാബിൽ 1 സീറ്റിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ ആം ആദ്മി പാർട്ടി MLA ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അങ്ങനെയാണ് ആ സീറ്റ് ഒഴിവ് വരുന്നത്. അവിടെയും ആം ആദ്മി സർക്കാരിനെ സംബന്ധിച്ചൊരു ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ കൂടിയായി ആ തെരഞ്ഞെടുപ്പ് ഫലം മാറുകയും ചെയ്യും. ബീഹാറിലും സമാനമായ രീതിയിൽ JDU നേതാവ് RJDയിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചു. അങ്ങനെയാണ് ആ സീറ്റിൽ ഒഴിവരുന്നത്. അപ്പോൾ എന്തായിരിക്കും, പ്രത്യേകിച്ച് ബീഹാറിൽ സമീപകാലത്ത് വലിയ വിവാദങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. പാലങ്ങൾ തകരുന്നതടക്കം വലിയ ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായ വിഷയങ്ങളടക്കം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ബീഹാറിൽ എങ്ങനെ വോട്ട് എന്നുള്ളത് ഏറെ നിർണായകമായ കാര്യമാണ്. തമിഴ്നാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. വിക്രവാണ്ടി മണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ DMKയുടെ MLA ആണ്. DMK ക്ലീൻ സ്വീപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം നടത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ തമിഴ്നാട് എങ്ങനെ വോട്ട് ചെയ്യും, DMKക്ക് ആ സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ഈ മണ്ഡലങ്ങൾ എങ്ങനെ വിധി എഴുതിയെന്ന് അറിയാൻ കഴിയും. രഞ്ജിത്ത്. ശരി, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.